വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിവടക്കുള്ള ഒരു 2 സവോള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വലുത്. അതെടുത്തു. പിന്നെ ഒരു പച്ചമുളക്, ഒരു കുഞ്ഞൊരു ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഇത് വേപ്പില, കാണാണ്ട് വേപ്പില, ഇതൊക്കെ കൂടെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു തൊര എണ്ണ പലഹാരം കഴിക്കുന്നത് നല്ലതെന്നില്ലാന്നറിയാം. പൂജിട്ട് അവിടെ ഈത്തപ്പഴം വെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിക്കുന്നില്ല, അവിടെ ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉള്ളിവട ഉണ്ടാക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം, വീഡിയോസ് എന്നൊക്കെ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് ഓരോ പണികളൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതാണ് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. കണ്ണൻകുട്ടി ഇവിടെ ഇല്ല കേട്ടോ, ഷാജേട്ടൻ്റെ കൂടെ പോയി. ഷാജേട്ടനും പോയി, ഞാനും പൂജിട്ടി മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. കണ്ണൻകുട്ടി രാത്രി വരും, അപ്പോൾ അവന് ഉള്ളത് എടുത്ത് വെക്കും. പക്ഷെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റല്ല അങ്ങനെ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് ആക്കാം. അപ്പം ഇതിൽ റെഡി ആക്കാം കേട്ടോ. നമുക്ക് ഉള്ളി ഇതിനകത്തേക്ക് തട്ടി കൊടുക്കുക. എല്ലാം വേപ്പില, ഉള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉപ്പൊരു ലേശം ഇട്ടാൽ മതി കേട്ടോ, ഏറണ്ട. ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കടലമാവ്, ഇതിനൊരു ടീസ്പൂണല്ല, ഇതിനൊരു സ്പൂണ്, ടേബിൾ സ്പൂണിനേക്കാളും സ്പൂണാട്ടോ വലുതാതെ. അപ്പം അതിനൊരു സ്പൂണ് കടലമാവും ഒരു സ്പൂണ് മൈദി, ഇത് കൂട്ടിയിട്ട് അങ്ങോട്ട് കുഴയ്ക്കാം. ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളം. വേണമെങ്കിൽ കുറച്ച് ആക്കി കൊടുത്താൽ മതി. വെള്ളം ഓവറാണ്ട് തുള്ളി ആക്കി കൊടുക്കേണ്ടി വരും, ഒരുപാട് ആക്കണ്ട. ഒന്നും ഇങ്ങോട്ട് കുഴച്ചതിൻ്റെ ശേഷം നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം കയറി ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഒരിത്തിരി കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായിട്ടോ. നല്ലോണം കൊണ്ട് ഞരട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിനി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സെറ്റ് ആയി. നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ, അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ എണ്ണയിൽ ഇടാൻ ഇങ്ങനെ കിട്ടണം. ആ ഒരു പാകത്തിന്. ഒരുപാട് മാവായി കഴിഞ്ഞാൽ ഒരു വേവാത്ത പോലെ തോന്നും, ഒരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഒരുപാട് മാവ് വേണ്ട. ഇങ്ങനെ കുഴച്ചിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചൂടല്ല, എണ്ണയിലിട്ട് വറുത്ത് കോരാം കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പൂജിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ വിശേഷങ്ങൾ നമ്മൾ ന്യൂസിൽ കാണുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 പിള്ളേർ പോയില്ലേ, പെൺകുട്ടികൾ. വീട്ടിൽ നിന്ന് മുംബൈയിലേക്കൊക്കെ ഇറങ്ങിപ്പോയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പേരൻസ്, പൂജുട്ടിയുടെ അഭിപ്രായത്തിൽ പേരൻസ് മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ഇല്ലേ എന്നൊക്കെ നമ്മൾ ഒന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു കുട്ടി 14 വയസ്സുള്ളൊരു കുട്ടി 42 വയസ്സുള്ള ഒരാളുടെ കൂടെ പോയി അങ്ങനെ മരിച്ചു. അങ്ങനെയൊക്കെ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ എന്തായിരിക്കും ഇവരെ മൈൻഡ് എന്നുള്ളത് നമുക്ക് പിടി കിട്ടണില്ല. അപ്പോൾ ഓരോരോ സംശയങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പൂജിട്ടിയോട് പറഞ്ഞു, പേരൻസ് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു തോട്ട് ഇപ്പോൾ വന്നതാണ്. നമ്മൾ പേരൻസ് മനസ്സിലാക്കണില്ല, പേരൻസ് സ്നേഹിക്കണില്ല, അവരുടെ ഇഷ്ടങ്ങൾക്ക് നിൽക്കണില്ല എന്നുള്ളതൊക്കെ. പക്ഷേ എൻ്റെ അച്ഛയുടെയൊക്കെ കാലഘട്ടത്തിൽ എൻ്റെ അച്ഛയൊക്കെ ഞങ്ങളോട് പറയണേക്കാം, ചെറുതിലൊക്കെ അച്ഛമ്മയും അച്ഛച്ചയൊന്നും സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല അവരോട് എന്ന്. അത് വിചാരിച്ചിട്ട് ആ കാലഘട്ടത്തിൽ അച്ഛയ്ക്കും അച്ഛമ്മയ്ക്കും സ്നേഹമില്ല എന്നുള്ളത് അത് ഓരോരോ പേരൻസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, അല്ലാതെ അവർക്ക് പിള്ളേരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അപ്പോൾ ആ കാലഘട്ടത്തിലെ മിക്ക ആൾക്കാരോട് ചോദിച്ചാലും, ഇപ്പം എൻ്റെ അച്ഛയുടെ അമ്മയുടെയൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും ഇതന്നെ പറയാമെന്ന് വെച്ചാൽ അവർക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല. അങ്ങനെ ഒതുക്കി ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാവും. പക്ഷെ ആ സമയത്തൊക്കെ അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ശരിക്കും.
എന്താ വെച്ചാൽ വീട്ടിലും നമുക്കൊരു ഇതില്ല, നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാരില്ല, പുറത്തും ഇല്ല, അങ്ങനെയുള്ളൊരു കാലഘട്ടമാണല്ലോ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ. ആൾക്ക് തിന്നാനും ഇല്ല, കുടിക്കാനും ഇല്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും, വീട്ടിൽ പറഞ്ഞ പോലെ കുടിച്ച് വന്ന അച്ഛനും പ്രശ്നങ്ങളും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ അതാണ് കൂടുതൽ. പക്ഷെ ആ സമയത്തൊക്കെ മക്കൾ അതൊന്നൊക്കെ അതിജീവിച്ച് നല്ല നല്ല രീതിയിൽ എത്തിയിട്ടും പിന്നീട് അവരെ മക്കളെ സ്നേഹിക്കാനൊക്കെ അവർക്ക്. അപ്പോൾ പക്ഷേ ഇത് സ്നേഹിക്കാത്തതിൻ്റെയോ രക്ഷിതാക്കൾ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമല്ല, ബോധം എന്നുള്ളൊരു സംഭവം ഇല്ല. അതുകൊണ്ടാണ് നല്ല അടി കിട്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വളർത്താത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ്. ഒന്നുകിട്ട് ചീത്ത പറയുമ്പോഴേക്കും ഇവർ നാട് വിട്ട് പോകാൻ കാരണം എന്താ അറിയോ, അതുവരെ പൊന്നേ പാലേ തേനേന്ന് വെച്ചിട്ട് ഇങ്ങനെ പിള്ളേരെ എന്താ പറയുക ഓമനിച്ച് വഷളാക്കല്ലേ. സ്നേഹിക്കണം, നമ്മൾ കെയർ ചെയ്യണം, പക്ഷേ നമ്മൾ അടിക്കേണ്ടടുത്ത് അടിക്കുകയും വേണം, ശാസിക്കേണ്ടടുത്ത് അങ്ങനെയും ചെയ്യണം. അല്ലാതെ നമ്മൾ എൻ്റെ കുട്ടിയാണ് എല്ലാവരും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഫീലാവും അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ ഇവിടെ ചീത്ത പറയുന്നതിനനുസരിച്ച് ചീത്തയും പറയും, അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ട് നടക്കുകയും ചെയ്യണം. അതൊക്കെ നമ്മൾ ആ 2 കാറ്റഗറിയിലും പെടുന്നതാണ്. അടി കിട്ടാറുണ്ട് കേട്ടോ എൻ്റെ ഇതൊക്കെ, പക്ഷെ അടിക്കാതെ നമ്മൾ വളർത്തിയിട്ടുള്ള പിള്ളേർക്കുള്ള പ്രശ്നമാണ് ഇതൊക്കെ. അടിക്കേണ്ട സമയത്ത് നമ്മൾ അടിക്കണം. ചില പേരൻസ് പറയുന്നത് ഞാൻ എൻ്റെ പിള്ളേരെ അടിക്കാറില്ല, എന്താ അടിക്കാത്തതിൻ്റെ എന്താ പ്രശ്നം വെച്ചാൽ ആ പിള്ളേർ ആ രക്ഷിതാക്കളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഷൗട്ട് ചെയ്തിട്ടൊക്കെ ആവും സംസാരിക്കുക. ഇവർ വലിയ കാര്യത്തിൽ പറയാം ഞാൻ ചീത്ത പറയാറില്ല, ഞാൻ അടിക്കാറില്ല. ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇവരെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ വഴക്ക് പറയേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു ഞാൻ അങ്ങനെ ചീത്തയൊന്നും പറയാറില്ല, ഞാൻ അടിക്കാറില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ അവർ ആ പേരൻസിനോട് സംസാരിക്കുന്ന രീതി നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തോന്നി ഈ പിള്ളേരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അത് ഓവറായിട്ടും ആവരുത്, കുറഞ്ഞും പോകരുത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിപ്പടയും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു ഇന്നത്തെ മെയിൻ ചർച്ച കേട്ടോ. ഈ പിള്ളേരുടെ മൈൻഡ് എങ്ങടാ പോണ്, ഇവരെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത്രയും പൊട്ടത്തരത്തിൽ ചെന്ന് ചാടണത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു സംസാരം ഉണ്ടായിരുന്നത്, സംസാര വിഷയം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതിന് കറക്റ്റായിട്ട് നമുക്കൊരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് മൈൻഡ് എന്നുള്ളത് നമുക്കും അറിയില്ല, എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അവരെ കൊണ്ടുപോകണം എന്നൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു, ഉള്ളിവടയും ചായയൊക്കെ കൂട്ടിയിട്ട്, ചായയൊക്കെ നല്ലോണം ചൂടാറിയിട്ടാട്ടോ കുടിച്ചത്. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ ഇനി മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കമൻറ്റിലൊരു കുട്ടി എന്നോട് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, അത് കമൻറ്റ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ചേച്ചി ഇങ്ങനെ അലർജി ആണെങ്കിൽ മുഖത്ത് ഇങ്ങനെ കെട്ടിയിട്ട് അടിച്ച് വരണേന്ന് പറഞ്ഞാൽ ഞാൻ സോറി കേട്ടോ, എനിക്കിങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കുട്ടി ഇത് പറഞ്ഞതിനെ പറ്റിയിട്ട് എനിക്ക് ഓർമ്മ വരിക. സോറി കേട്ടോ, എന്താ വെച്ചാൽ ചേച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത പണിക്ക് ഇറങ്ങുമ്പോൾ നമ്മളിത് ചെയ്യാത്ത കാര്യമായതുകൊണ്ടല്ലേ ഞാൻ മറന്നു പോണതാണ്, അല്ലാതെ ഞാൻ കമൻറ്റിനെ വില ഇല്ലാണ്ട് കണ്ടിട്ടല്ല കേട്ടോ, ഞാൻ മറന്നു പോണേ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോഴാണ് വയ്യോ എന്നോട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്നും എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കുക. നമ്മളിങ്ങനെ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പണിക്ക് വേഗം കിട്ടും നമ്മൾ ഇറങ്ങല്ലേ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഓർമ്മ കുറച്ച് കുറവാണ്, ചെയ്യാൻ ഓരോ നൂറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വിട്ട് പോണതാണ് കേട്ടോ. ഞാനിങ്ങനെ തലയിൽ കുളി കഴിഞ്ഞ് ഞാൻ കെട്ടി വെക്കാറുണ്ട് ഒരു ചുമന്ന തുണിയുണ്ട്. അപ്പോൾ അത് കഴുകിയിട്ടിട്ട് ഞാൻ ഇപ്പോൾ ഇതാ ഉള്ളിവട ഉണ്ടാക്കി സംസാരമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു അത് എടുത്തിട്ട് കെട്ടണം. എന്നോട് കുട്ടി പറഞ്ഞതാണല്ലോ, അപ്പോൾ നമ്മളത് ചെയ്യണമല്ലോ, ചിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ പറയണത്. അപ്പോൾ അത് അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനൊരു വില ഇല്ലാത്ത രീതിയിൽ കാണരുതല്ല, അത് ഒരിക്കലും വില ഇല്ലാത്ത രീതിയിലല്ല കേട്ടോ മോനെ, ഞാനത് മറന്നുകൊണ്ടാണേ. അപ്പോൾ ഞാൻ നാളെ ഞാൻ മറന്നു പോണതാണ്, ഞാൻ ഓർമ്മിച്ച് ഞാൻ ചെയ്തോളാം കേട്ടോ, എനിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കാം, ഇന്നും ഞാൻ ചെയ്യാൻ വിട്ടു. ഇന്നലെയും ഞാൻ പൂജുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പൂജുട്ടിയും പറഞ്ഞു ആ ചെയ്യാട്ടമ്മ മോള് എന്താ വെച്ചാൽ മറക്കണ്ട എന്നുള്ള രീതിയിൽ അവളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മറന്നു കേട്ടോ, ആ സംഭവം അതാണ് ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്നത്തെയും പോലെ അവിടെയൊക്കെ തുടച്ചിട്ടിട്ട് ഇനി നമുക്ക് കുളിച്ച് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. കണ്ണൻകുട്ടി ഇന്ന് ഷാജേട്ടൻ്റെ കൂടെ പോയിരിക്കുക. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, ചീനിച്ചോട് പറയും, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്. അപ്പോൾ ഷാജൻ അവന് ചില മൂടുള്ള ദിവസങ്ങളിൽ അവൻ പറയും ഞാനും പോകുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ എല്ലായിടത്തേക്കും നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ല, അവനിപ്പോൾ കളിക്കേണ്ട സമയമല്ലേ. അപ്പോൾ അവൻ ഓക്കെ പോവാന്നുള്ള രീതിക്ക് പറയുമ്പോൾ ഓക്കെ എന്നാൽ പൊക്കോളൂ എന്നുള്ള രീതിയിൽ. എന്താ വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും പണിയെടുക്കുന്ന സമയത്ത് അവർക്കൊരു ഇപ്പോൾ അവൻ 9ാം ക്ലാസ്സിലായാലും അവന് അറിയാമല്ലോ ഇപ്പോൾ എന്താ നമ്മുടെ വീട്ടിലെ അവസ്ഥ, കഷ്ടപ്പാടോ കാര്യങ്ങളോ എന്തൊക്കെയാണെങ്കിലും. ഇനിയിപ്പോൾ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഇല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്യുന്നിടത്ത്
സഹായിക്കാൻ പറ്റുമെങ്കിൽ പോയിട്ട് സഹായിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവരവിടെ കഷ്ടപ്പെടുന്നത് അവരും കൂടെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ചെറുതിൽ അങ്ങനെയായിരുന്നു. അമ്മയൊക്കെ വീട്ടുപണിക്ക് പോണ സ്ഥലത്തും കൂടെ ഞങ്ങൾ പോയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പോയിരിക്കും. നമുക്കറിയാം നമ്മുടെ അമ്മ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. അതൊക്കെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ്റെ ഇഷ്ടം കൊണ്ട് പോകണം തന്നെയാണ്. ഇനി നോമ്പുറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ഉത്സവപ്പറമ്പേക്ക് പോകും ചെല്ലും കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ ഷാജേട്ടൻ്റെ കൂടെയൊക്കെ ഒന്ന് സഹായിച്ചിട്ട് അവനും അവരുടെ കൂടെയൊക്കെ ഉത്സവമൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. 11:30 വരെയൊക്കെ നിന്നിട്ട് അവൻ ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി മാറ്റം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ പറയും. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവനിനി ആ ഒരു ഡ്രസ്സിൽ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെഡിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവന് ഉത്സവം കാണുകയും ചെയ്യുക, അച്ഛനെ സഹായിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.